ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഇദാ തുത്ല അലൈഹി ആയാതുന വല്ല മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹ കഅന്ന ഫീ ഉദുനൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം ആണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ്റെ കാതിൽ വക്റുള്ളത് പോലെ തന്നെ, ബധിരത അല്ലെങ്കിൽ എന്തോ ഭാരമുള്ളതുപോലെ അള്ളാഹുവിൻ്റെ വചനം കേൾക്കില്ല എന്നാണ്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വക്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതെന്താ? വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദഹു ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറ വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദ. നോക്കി, ഇവിടെ ഈ വ്യക്തി ഖുർആൻ ഓതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവനോട് ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ വല്ല മുസ്തക്ബിറൻ, അഹങ്കരിച്ച് പുറംതിരിയും, മുഖം തിരിക്കും. കഅൻ ലം യസ്മഅഹ, അവൻ കേൾക്കാത്ത പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ്റെ കാതിൽ ബധിരതയാണ്, അല്ലെങ്കിൽ അവൻ്റെ കാതിൽ ഭാരം ഉള്ളതുപോലെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇത് കേൾക്കാതെ മുഖം തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടു, ബോധവൽക്കരിക്കപ്പെട്ടു, എന്നിട്ട് അത് ഫമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹ, അതിൽ നിന്ന് പുറംതിരിയുന്നവൻ, മുഖം തിരിക്കുന്നവൻ, അവനോളം അക്രമി ആരുണ്ട്? എന്നിട്ട് അള്ളാഹിൻ്റെ ശിക്ഷയെ പറയുന്നത് വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അള്ളാഹു കാക്കട്ടെ, അവരുടെ കൽബുകളിൽ നാം അകിന്ന എന്ന് പറഞ്ഞത് അതിന് അടപ്പുകൾ, അള്ളാഹു പറയുന്നത് ഞാൻ അവൻ്റെ കൽബുകൾക്ക് അടപ്പുകൾ തീർത്തു. വഫീ ആദാനിഹിം വഖറ, അവരുടെ കാതുകൾക്ക് നാം വഖറും, ബധിരത അല്ലെങ്കിൽ ഭാരം നാം ഉണ്ടാക്കി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പണി ചെയ്തവർക്കുള്ള ശിക്ഷയാണ് അവിടെ പറഞ്ഞത്. അതായത് ആരാണോ ഇത് കേൾക്കുന്നതിൽ നിന്ന് പുറംതിരിയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും. എങ്ങനെ ശിക്ഷിക്കും? അവരുടെ ഹൃദയങ്ങൾക്ക് പൊതി, ആവരണം ഉണ്ടാക്കിയിട്ട്, അതേപോലെ തന്നെ അവരുടെ കാതുകൾക്ക് ബധിരത നൽകി, അല്ലെങ്കിൽ അവരുടെ കാതുകളിൽ ഭാരം നൽകി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത് ചെയ്യണത്, അവരുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത വിധം ബധിരത അല്ലെങ്കിൽ ഭാരം വെക്കുന്നത്. ഇവിടെ ഇത് കേൾക്കാൻ അഹങ്കരിച്ച് പിന്മാറിയിട്ട് സ്വയമേവൻ എന്ത് ചെയ്യണം, ഭാരം തീർക്കാൻ അല്ലേ. അപ്പോൾ ഈ രണ്ടായത്തുകളും കൂട്ടി വായിക്കണം. ആരാണോ ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് തൻ്റെ കാതിന് ഭാരം വെക്കുന്നത്, അല്ലെങ്കിൽ ബധിരത പോലെ പെരുമാറുന്നത്, അവരെ ശിക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവർക്ക് ആ ബധിരത ചെയ്യുന്ന കുറ്റത്തിനനുസരിച്ചാണല്ലോ പ്രതിഫലം. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അള്ളാഹു കൽബിന് പൂട്ടിടും, കാതിന് ബധിരതയും നൽകും എന്നുള്ളതാണ്. ഈ രണ്ടായത്തും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബുകൾക്ക് കൂടിട്ടത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാതുകൾക്ക് ബധിരത നൽകിയത്? അള്ളാഹ് നൽകിയത് കൊണ്ടല്ലേ ഞങ്ങൾ കേൾക്കാത്തത് കാണാത്ത ചോദിക്കുമ്പോൾ അള്ളാഹ് നൽകിയതല്ല, പിന്നെയോ ഈ പണി ചെയ്തതുകൊണ്ട്. ഇവിടെ പറഞ്ഞ പണിയിട്ടല്ല ഈ ആയത്തിൽ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ പുറംതിരിഞ്ഞു, മുഖം തിരിഞ്ഞു പോയി, കാതിന് ബധിരത എന്ന പോലെ എന്ത് ചെയ്തു, ഇതിനെ വിഗണിച്ച് തള്ളി. അപ്പോൾ അതിനുള്ള ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷയാണ് അള്ളാഹു നൽകിയത്. അത് ആ ശിക്ഷയെക്കുറിച്ചാണ് കഹ്ഫിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫബശ്ശിർഹു ബിഅദാബിൻ, എന്താ അദാബിൻ അലീം അല്ലേ. ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇവിടെ അദാബുൻ അലീം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഫഉലൈക ലഹും അദാബുൻ മുഹീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ അദാബിനെ കുറിച്ചിട്ടുള്ള ഈ വിശേഷണം പറയുമ്പോൾ അത് ശരിക്ക് ആ വിശേഷണങ്ങൾ ഒരു തികഞ്ഞ ബോധവൽക്കരണമാണ്. മനസ്സിലല്ലേ? അദാബുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ വിശേഷണങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇവിടെ അദാബുൻ മുഹീൻ, അതേപോലെ അദാബുൻ അലീം ഈ സൂറത്തിൽ. പിന്നെ ഒരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിശേഷണമാണ് എന്ത്? അദാബുൻ അദീം അല്ലേ. ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദാബുൻ
പറയ്. മുഹീൻ. ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദാബുൻ ഷദീദ്. ചിലയിടത്ത് അള്ളാഹു പറഞ്ഞത് അദാബുൻ ഖലീബ്. ഖലീബ്. വേറെ ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദാബുൻ എന്താ കബീർ അല്ലേ. ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദാബൻ നുക്രൻ. എന്താ നുക്രൻ അല്ലേ? നുക്രൻ നമുക്ക് അതിനെ കുറിച്ച് പറയാം. നുക്രൻ അല്ലേ. അതേപോലെ തന്നെ ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുഹൂറൻ വലഹും അദാബുൻ എന്താ ദുഹൂറൻ വലഹും അദാബുൻ പറയ് യുഹന്നാസ് വാസിബ് അല്ലേ. ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദാബുൻ മുഖീം. അദാബുൻ മുഖീം വലഹും അദാബുൻ മുഖീം എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അദാബൻ നുക്ര, അദാബൻ സഅബ. എവിടെ സഅബ്? വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി നസ്ലുകുഹു അദാബൻ സഅബ അല്ലേ. അദാബൻ സഅദ. സഅദ അതെ സഅദ. ഇതേപോലെ പറയും അദാബുൻ മുഖീം, അദാബുൻ കബീർ, അദാബുൻ ഖലീബ്. അതേപോലെ അദാബുൻ ഇതേപോലെ ഈ കോർവ് ഇതേപോലെ വന്നത് അദാബുൻ വാസിബ്, ഖലീദ്, ഷദീദ്, സാദ്, അദീം, അലീം, മുഹീൻ, കബീർ, നുക്ർ, മുഖീം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിങ്ങൾ അള്ളാഹിൻ്റെ അദാബിനെ കുറിച്ച് പറയണത് മുഖീം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായുള്ള അദാബാണ് അല്ലേ. നുക്ർ എന്ന് പറഞ്ഞാൽ ജുഗുത്സാവഹമായ പിന്നെ വർജ്യമായ ശിക്ഷ എന്നാണ്. കബീർ എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ എന്നാണ്. മുഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ ഹീനമായ ശിക്ഷ എന്നാണ്. അലീം എന്ന് പറഞ്ഞാൽ നോവേറ്റുന്ന വേദനാജന്യമായ ശിക്ഷ എന്നാണ്. അദീം എന്ന് പറഞ്ഞാൽ കൊടിയ ശിക്ഷ എന്നാണ്. സാദ് എന്ന് പറഞ്ഞാൽ ഞെരുക്കം പ്രയാസം അനുഭവിക്കുന്ന ശിക്ഷ എന്നാണ്. ഷദീദ് അതേപോലെ തന്നെ തീവ്രമായ ശിക്ഷ എന്നാണ്. ഖലീബ് എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷ എന്നാണ്. വാസിബ് എന്ന് പറഞ്ഞാൽ അത് തന്നെ മുഖീം എന്നതുപോലെ തന്നെ നിത്യമായ ശിക്ഷ എന്നാണ്. അങ്ങനെ പ്രയോഗങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇത് ഇതിന് അദാബിൻ്റെ വിശേഷണമായിട്ടാണ്. ചിലയിടത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അദാബുന്നാർ, അദാബുൽ ഹരീഖ് അല്ലേ, അദാബുൽ ഹൂൻ, അദാബുൽ ഹൂൻ, അദാബുൽ ജഹീം, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അദാബ് സഈർ ഇങ്ങനെ പറയപ്പെട്ടതുണ്ട്. പക്ഷെ ഇവിടെ ഇതിൻ്റെ അദാബിൻ്റെ വിശേഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അദാബിൻ്റെ വിശേഷണങ്ങളാണിത്. വേറെയും വിശേഷമുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ, വേറെയും ഉണ്ട് പല വചനങ്ങളിൽ. ഞാനിത് പറഞ്ഞ എന്തിനാ? അള്ളാഹിൻ്റെ അദാബ് എത്ര കടുത്തതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനാണ്. അതിന് നമ്മൾ അള്ളാഹിനോട് രക്ഷക്ക് തേടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു എത്ര ദുആകളിൽ നമ്മൾ വഖിന അദാബന്നാർ വഖിന അദാബൽ ജഹീം ഇങ്ങനെ അള്ളാഹിൻ്റെ നരകത്തീയിൽ നിന്ന് പിന്നെ കാവലിനെ തേടാൻ വേണ്ടിയിട്ടുള്ളതായ പിന്നെ തേട്ടങ്ങൾ അത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അദാബ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷകൾ അത് കർമ്മപരമായി വിശ്വാസപരമായി അതേപോലെ നമ്മുടെ ദുആകളായി ഒക്കെ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് ഉണർത്താൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ സൂറത്തു ലുഖ്മാനിൽ ഒരു തുടക്കത്തിൽ തന്നെ അതിൻ്റെ വചനങ്ങളിൽ രണ്ടിടത്ത് അദാബ് വന്നു. ഒന്ന് അദാബുൻ മുഹീൻ, മറ്റൊന്ന് അദാബുൻ അലീം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിശേഷണം അദാബിന്? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നമ്മൾ ഉണരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിശേഷണങ്ങൾ അവിടെ ഒന്ന് ഉണർത്തിയത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹ വഅദല്ലാഹി ഹഖ്ഖൻ വഹുവൽ അസീസുൽ ഹകീം.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ അദാബിൻ്റെ ആളുകളെയാണ് പറഞ്ഞ്, അദാബുൻ മുഹീൻ, നിസ്സാരമായ നിന്ദ്യമായ ശിക്ഷ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതേപോലെ അദാബുൻ അലീം, നോവേറ്റുന്ന ശിക്ഷ. ഇതൊക്കെ ആർക്കാ? അവരെ കുറിച്ചാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണ് ഇങ്ങനെ തർഹീബ്, ഭീതിപ്പെടുത്തുന്ന, അതേപോലെ തന്നെ വഈദ്, വാഗ്ദാനങ്ങൾ, പിന്നെ മുന്നറിയിപ്പുകൾ, അപായ സൂചനകളൊക്കെ വരുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് പറയും? അള്ളാഹു സുബ്ഹാനഹു വ തആല തർഹീബ്, ആഗ്രഹം ജനിപ്പിക്കുന്ന, അതേപോലെ തന്നെ വഅദ്, വാഗ്ദാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയം പറയും. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. മുന്നറിയിപ്പ് വന്നാൽ പിന്നെ സുവിശേഷം പറയുക എന്നുള്ളത്. അതാണ് ഇവിടെ ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്. എന്താ ഇന്നല്ലദീന ആമനു? തീർച്ചയായും വിശ്വസിച്ചവർ, വഅമിലു അസ്സാലിഹാത്ത്, സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർ. നമുക്ക് എപ്പോഴും വരുന്ന പ്രയോഗമാണിത്. ലഹും ജന്നാത്തുൻ നഈം, ലഹും അവർക്കാകുന്നു, ജന്നാത്തുൻ നഈം, നഈമിൻ്റെ ജന്നാത്ത്. ഇവിടെ ഇന്നല്ലദീന ആമനു എന്നാണ് വിശ്വസിച്ചവർ, ഈമാൻ ഉൾക്കൊണ്ടവർ. അവിടെ ഇന്നല്ലദീന എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ടവരാണ്. വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്ത് എന്ത്? അസാലിഹാത്ത്. അസാലിഹാത്ത് എന്നുള്ളത് നന്മകൾ എന്നാണ്. അതൊരു വിശേഷണമാണ്. അതുകൊണ്ട് ആരെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. വഅമിലു അൽ അമാൽ അസാലിഹാത്ത്, സാലിഹത്തായ അമലുകൾ ചെയ്ത ആളുകൾ ചെയ്യുകയും ചെയ്തവന്നാണ്. ഇവിടെ ഇന്നല്ലദീന ആമനു, ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മളുടെ ഹൃദയം കൊണ്ടുള്ള തസ്ദീഖിനെ, സത്യപ്പെടുത്തലിനെ അറിയിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ് ഈമാൻ. പക്ഷെ ഒപ്പം ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പറയും വേണം. അമലും ബിൽ ജവാരിഹ്, നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കും വേണം. അപ്പോഴേ ഈമാൻ ആവുള്ളൂ. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവല സത്യപ്പെടുത്തൽ മാത്രമല്ല, പിന്നെയോ നമ്മൾ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. തസ്ദീഖും ബിൽ ജിനാൻ, പിന്നെ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയും വേണം. അത് ഈമാനിൽ പെട്ടതാണ്. പിന്നെ അമലും ബിൽ അർക്കാൻ, നമ്മൾ അവയവങ്ങൾ കൊണ്ട് അമലുകൾ എടുക്കും വേണം. ഇത് മൂന്നും കൂടിയതാണ് എന്ത്? ഈമാൻ. ഈമാൻ യസീദ്, വർദ്ധിക്കും. അത് വർദ്ധിക്കൽ എപ്പോഴാണ്? അള്ളാഹ്ക്ക് വഴിപ്പെടുമ്പോഴാണ്. യൻഖുസ്, ഈമാൻ കുറയും എപ്പോഴാണ്? ശൈത്താന് വഴിപ്പെടുമ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ ഈമാനിൽ തന്നെ എന്തുണ്ട്? അമലുണ്ട്. ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ തന്നെ കേവലം ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയാൽ പോരെ, പിന്നെ എന്ത് വേണം? സത്യപ്പെടുത്തിയതിനനുസരിച്ച് പ്രവൃത്തി പദം അത് തെളിയിക്കണം, ഈമാനെ തെളിയിക്കണം. പക്ഷെ പലപ്പോഴും ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്താ? അത് വിശ്വാസ കാര്യങ്ങളാണ്. ഖൽബ് കൊണ്ട് നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. ഏതൊക്കെയാണ്? എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, റസൂലുമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, പിന്നെ ഖദാ ഖദർ, വിധി വിശ്വാസം, ഇവകളാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ് മൊത്തത്തിലൊരു ഈമാൻ്റെ എന്ത്? ഒരു ധാരണയും തേട്ടവും. അങ്ങനെ എന്തല്ല, കേവലം ഒരു വിശ്വസിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളത് പോരാ. പിന്നെ ആ വിശ്വസിച്ചതിനെ, സത്യപ്പെടുത്തിയതിനെ എന്ത് ചെയ്യണം? പ്രവൃത്തിപഥത്തിൽ തെളിയിക്കണം എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കണം. വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങൾ, അല്ലദീന ആമനു എന്ന് കഴിഞ്ഞ ഉടനൊക്കെ എന്താ പറയുക? വഅമിലു സാലിഹാത്ത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. കണ്ട, അത് ഈ വഅമിലു അസ്സാലിഹാത്ത് എന്നുള്ളത് പിന്നെ എന്തിനാണ്? ഈമാനിൽപ്പെട്ടതായിരുന്നു അമൽ. എന്നിട്ടും എന്തിനാണ് വഅമിലു സാലിഹാത്ത് എന്ന് പറഞ്ഞത്? ആരും കേവലം ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വിശ്വാസ കാര്യങ്ങളൊക്കെ മനപ്പാടാക്കിയിട്ടുണ്ട്, വിശ്വാസ കാര്യങ്ങൾ എനിക്ക് ചെല്ലാൻ അറിയാം, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ് എന്നൊക്കെ നമുക്ക് പാടാൻ അറിയാം എന്നുള്ളത് പോകണ്ട. പിന്നെയോ പ്രവൃത്തികൾ വേണം, കർമ്മങ്ങൾ വേണം. വാമിലു, അവർ ചെയ്യുകയും വേണം. എന്തിനെ ചെയ്യണം? അസാലിഹാത്ത്. അസാലിഹാത്ത് എന്ന് പറഞ്ഞെങ്കിൽ സൽപ്രവൃത്തികൾ. അത് ഇത് സാലിഹത്ത് എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ സാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സുഹൃതവാൻ, നന്മയുള്ളവൻ എന്നല്ലേ. ഇന്ന അബ്ദുള്ള റജുലുൻ സാലിഹ്. അബ്ദുള്ള ഇബ്നു ഉമറിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, റജുലുൻ സാലിഹുൻ,
സാലിഹായ റജുൽ എന്നാണ് ഉണ്ടോ. അപ്പോൾ ഈ സാലിഹ് എന്നുള്ളത് വിശേഷണമാണ്, അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് റജുൽ അവിടെ. അതേപോലെ ഇവിടെ സാലിഹാത്ത് എന്നുള്ളത്, സാലിഹാത്ത് എന്ന് പെണ്ണിനെ കുറിച്ച് വിശേഷിപ്പിക്കും. സാലിഹാത്ത് ഇവിടെ ഇത് വിശേഷണമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലുകൾ, അമൽ അസാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, നല്ല പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അസ്വദുൽ അനസി, അസ്വദുൽ അനസി അല്ലേ, അനസി ആരാ അസ്വദുൽ അനസി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആ സമയം നോക്കിയിട്ട് കുറേ നബിമാരും ഇറങ്ങി, കുറേ നബിച്ചിമാരും ഇറങ്ങി, കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ഉപ്പായിട്ട് ഇറങ്ങി. അതിൽ പെട്ടതാണ് ഒന്ന് അസ്വദുൽ അനസി, പിന്നെ സുജാഹ് അല്ലെങ്കിൽ സജാഹ്, പിന്നെ തുലൈഹ അൽ അസദി, പിന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, ഇങ്ങനെ തുടങ്ങി കുറച്ചാൾ. അതിൽ ഈ അസ്വദുൽ അനസി പ്രവാചകത്വം വാദിച്ചപ്പോൾ അയാളെ കൈകാര്യം ചെയ്ത ആളാണ് ഫൈറോസ് അദ്ദൈലമി. ഫൈറോസ് അദ്ദൈലമി നജാഷി രാജാവിൻ്റെ എന്താ ബന്ധുവോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഫൈറോസ് അദ്ദൈലമി. പിന്നെ ഈ ഫൈറോസ് അദ്ദൈലമി ഒരു രാജകീയ കുടുംബത്തിലെ മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം മദീനയിലേക്ക് വന്നു, യമനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് അയാൾ മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാൻ്റെ അടുക്കലേക്ക്, അന്ന് ഉമർ ഖലീഫയാണ്, ഇയാൾക്ക് പ്രവേശിക്കണം. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പ്രവേശിക്കാൻ പറ്റില്ല, അവിടെ ഉണ്ട് മുൻഗണന അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഫൈറോസ് ദൈലമി ഭയങ്കര നേതാവാണ്, ഒരു രാജപുത്രനാണ്, ആ ഗമയിലാണ് വരുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനുണ്ടായിരുന്നു ഉമറിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ തൻ്റെ ഊഴം കാത്തു നിൽക്കണേ. അവിടേക്കാണ് ഫൈറോസ് ദൈലമി വന്നിട്ട് എന്ത് ചെയ്യണത്, പിന്നെ മുബരിക്ക് കിടക്കണം ആദ്യം, കാരണം അവരുടെ ശീലത്താണ്, ആ രീതിയിൽ വളർന്നവരല്ലേ, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അപ്പോൾ ഫൈറോസ് ദൈലമി വന്നിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു സാധാരണക്കാരനാണ്, തൻ്റെ ഊഴാണ്. അപ്പോൾ അയാൾക്ക് കിടക്കണം. അപ്പോൾ ഈ ഫൈറോസ് ദൈലമി അയാളെ ഒരു ഇടി ഇടിക്കുകയാണ്, മുഖത്ത് ഒരു ഇടി ഇടിക്കുകയാണ്. ആ ഇടി അയാൾക്ക് നന്നായിട്ട് കൊണ്ട്. പിന്നെ ഉമറിൻ്റെ അടുക്കലേക്ക് ഇയാൾ ഈ മുഖമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഉമർ ചോദിക്കാൻ ഇതെന്താണ്, അപ്പോൾ പറയുകയാണ് ഇങ്ങനെ ഒരാൾ ഇടിച്ചതാണ്. അപ്പോൾ ഇടിച്ച ആളാരാണ്, ഫൈറോസ് ദൈലമിയാണ്. അപ്പോൾ ഫൈറോസ് ദൈലമിനെ വിളിക്കുകയാണ്, നിങ്ങൾ ഇയാൾ ഇടിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് എന്നെ കിടക്കാൻ ശ്രമിക്കാതെ, ഞാനാരാ ഫൈറോസ് ദൈലമി, എന്നെ കിടക്കാൻ ശ്രമിക്കാതെ മൂപ്പര് കിടന്നപ്പോൾ ഞാൻ ഇടിച്ചതാന്ന് പറയണം. അപ്പോൾ ഉമർ പറയാണ്, നിങ്ങളെ അഗ്രി ചെയ്ത സ്ഥിതിക്ക്, നിങ്ങൾ അയാൾ ഇടിച്ചു എന്നുള്ളത് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഖിസാസ്, അയാൾക്ക് തിരിച്ചിടിക്കാം, നിങ്ങളെ ഖിസാസ് നടത്താനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് നിന്ന് കൊടുക്കാൻ പറയാൻ. പക്ഷെ ഫൈറോസ് ദൈലമി വലിയ ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഉമർ പറഞ്ഞത് ഇപ്പോൾ അയാൾ നിന്ന് കൊടുക്കുകയാണ്, ഫൈറോസ് ദൈലമി നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇടിക്കാൻ ഓങ്ങുമ്പോൾ ഉമർ അവിടെ ഒരു അനുബന്ധം പറയാണ്. എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്വദുൽ അനസി നുബുവത്ത് വാദിച്ചു. അപ്പോൾ ഒരു റജുലുൻ സാലിഹ് അസ്വദുൽ അനസിയെ വധിച്ചു, അസ്വദുൽ അനസിയെ വധിച്ചു. അസ്വദുൽ അനസിയുടെ ഷർറ് എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. ആ റജുലുൻ സാലിഹ് ആരാണ്, ഈ ഫൈറോസ് ദൈലമിയാണ്, ഫൈറോസ് ദൈലമിയാണ്. അത് ഉമർ തന്നെ അവിടെ അനുസ്മരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് എന്താ, അദ്ദേഹം റജുലുൻ സാലിഹ് എന്നുള്ളത്. അത് ഉമർ അനുസ്മരിച്ചതോട് കൂടിയിട്ട് ആ വ്യക്തി ഉടനെ റസൂലുള്ളാഹി റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ ഇടിക്കുക എന്നൽക്ക് പ്രതിക്രിയ ചെയ്യാതെ അദ്ദേഹം മാറി എന്നുള്ളതാണ്, പിൻവലിച്ചു, മാപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അതോടുകൂടി ഈ ഫൈറോസ് ദൈലമി ഒരു രാജാവെന്ന പോലെയല്ലേ വരുന്നത്. അയാളുടെ മേത്ത് ആയുധങ്ങളുണ്ട്, അയാൾ ആയുധ വിഭൂഷിതനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമർ ഇത് പറയലും അയാൾ മാപ്പ് കൊടുക്കലും ചെയ്തതോടുകൂടി ഇതൊക്കെ പറിച്ച് തൻ്റെ വാളും അതേപോലെ തന്നെ വാഹനവും ഒക്കെ ഈ സാധുവിന് ഫൈറോസ് ദൈലമി സമ്മാനിച്ചു എന്നാണ്. ഏതാണ് സാലിഹ്. സാലിഹ് എന്നുള്ളത് എന്താണ്, അതൊരു വിശേഷണമാണ്. അതിന് വ്യക്തിയെ വിശേഷിപ്പിച്ച് റജുലുൻ സാലിഹ്
കർമ്മത്തെ വിശേഷിപ്പിച്ചിട്ട് അമലുൻ സാലിഹ് എങ്ങനെ പറയും. അതിൻ്റെ സ്ത്രീലിംഗാണ് സാലിഹാത്ത്. ഇവിടെ കുറേ കർമ്മങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് അസാലിഹാത്ത്. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, വിശ്വസിക്കുകയും സാലിഹാത്ത് ആയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ലഹും അവർക്കാകുന്നു ജന്നാത്തുൻ നഈം. എന്താ ജന്നാത്തുൻ നഈം? നഈം നിഅമത്തിൽ നിന്നാണ്. എന്താ നിഅമത്ത്? നിഅമത്ത് അനുഗ്രഹമാണ്. അപ്പോൾ നഈം എന്നുള്ളത് ഏതാണ്? ആ ഫഈൽ നഈം വസൻ അറിയിക്കുന്നത് നിഅമത്ത്, അനുഗ്രഹത്തിൻ്റെ വൈപുല്യം, വിശാലത, വിപുലമായ വിശാലമായ നിഅമത്ത്, അനുഗ്രഹം. അതിൻ്റെ ജന്നാത്ത്, ജന്നാത്ത് എന്താ? ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോപ്പുകൾ, തോട്ടങ്ങൾ. ജന്നത്തിൻ്റെ ബഹുവചനാണ് അല്ലേ? ജന്നത്താണ് തോട്ടം. അതിൻ്റെ ബഹുവചനാണ് ജിനാൻ, ജന്നാത്ത്. ജിനാനുൻ ജന്നാത്തുൻ. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുമ്മ നസ്അലുക്കൽ ജന്ന, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചത്, സൃഷ്ടിച്ചത് ജന്നത്തുകൾ കൊണ്ടാണ്. ജന്നത്തുകൾ കൊണ്ടാണ്, ഒരു ജന്നത്തല്ല, പിന്നെയോ ജന്നാത്ത്, ജിനാൻ. അങ്ങനെ അതിനാലാണ് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഈ ഹാരിസത്തു ബിനു സുറാഖ ഇബ്നുൽ ഹാരിസ് അൻ-നജ്ജാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വരുന്ന ഒരു വിഷയമുണ്ടല്ലോ, ബദർ യുദ്ധത്തെ തുടർന്നാണ് വരുന്നത്. ഹാരിസത്ത് ബിനു സുറാഖ ഇബ്നുൽ ഹാരിസ് അൻ-നജ്ജാരി അദ്ദേഹം ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പം ഈ ഉമ്മു ഹാരിസ എന്നവർ വരികയാണ്. ഈ ഹാരിസത്ത് ബിൻ സുറാഖൻ്റെ ഉമ്മ വരികയാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയാണ്, ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നപ്പോൾ മദീനയിൽ നടക്കുന്ന സംഭവമാണിത്, സംഭാഷണമാണ്. ഉമ്മു ഹാരിസ് വന്നിട്ട് പറയാണ്, റസൂലേ, എൻ്റെ മകൻ ഹാരിസത്ത് കൊല്ലപ്പെട്ടു. മകൻ സ്വർഗത്തിലാണ് എങ്കിൽ സബർത്ത്, ഞാൻ ക്ഷമിക്കും. അതല്ല എങ്കിൽ ലതറമ അഫ്അൽ, ഞാൻ ചെയ്യണത് താങ്കൾക്ക് കാണാം എന്ന് പറയണം. എന്ന് പറഞ്ഞെങ്കിൽ ലബക്കൈത്ത്, അങ്ങനെയൊക്കെ പ്രയോഗം, ഞാൻ കരയും, ഞാൻ അക്ഷമയായി വർത്തിക്കുന്നത് നിങ്ങൾ കാണും എന്നൊക്കെ അവർ പറയാണ്. അത്ര ഇഷ്ടമായിരുന്നു ആരോട്? ഈ ഹാരിസത്ത് ബിൻ സുറാഖയോട് ഉമ്മു ഹാരിസത്ത്. അപ്പം ബദറിൽ ഷഹീദായവരൊക്കെ സ്വർഗത്തിലല്ലേ? ബദറിൽ രക്തസാക്ഷിയായവർ സ്വർഗത്തിലല്ലേ? പിന്നെന്തിനാ ഈ ഹാരിസത്ത് ബിൻ സുറാഖയുടെ വിഷയത്തിൽ ഈ മഹദി ഇങ്ങനെ പറയണത്? ഹാരിസത്തിൻ്റെ വിഷയത്തിൽ എന്തിനാ ഇവരിങ്ങനെ പറയുന്നത്? എൻ്റെ മകൻ സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ ക്ഷമിക്കും, അതല്ലെങ്കിൽ ഞാൻ കരയുമെന്ന് പറയുന്നത് എന്തിനാ? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയപ്പോൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടല്ല ഹാരിസ കൊല്ലപ്പെടുന്നത്. ഇദ്ദേഹം ബദറിലേക്ക് പോയിട്ട് ബദറിൽ ചെയ്തത് അദ്ദേഹം ഒരു ഗുലാമുൻ നബ്ബാറുൻ എന്നാണ്. ഹാരിസത്ത് ബിൻ സുറാഖ ബദറിൽ അദ്ദേഹത്തിൻ്റെ റോൾ, അദ്ദേഹം ഒരു ഗുലാമുൻ നബ്ബാറായിരുന്നു. ഗുലാമുൻ നബ്ബാർ എന്ന് പറഞ്ഞെങ്കിൽ ശത്രുവിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾ. ശത്രുവിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കുക, എന്നിട്ട് പിന്നെ വിവരങ്ങൾ കൈമാറുക. ബദറിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെയോ അദ്ദേഹം പിന്നെ ഈ പണിയാ ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതും അല്ല അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? പിന്നെ ശത്രുക്കളുടെ ചലനങ്ങളെ നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം ബദറിലേക്ക് വരികയാണ്. അപ്പോഴാണ് അലക്ഷ്യമായി വന്ന ഒരു അമ്പ് ഇദ്ദേഹത്തിന് കൊള്ളുന്നത്. അലക്ഷ്യമായി ഒരു അമ്പ് വന്നു, അദ്ദേഹത്തിന് കൊണ്ടു, അദ്ദേഹം വീണു. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മ വന്നിട്ട് പറയുന്നത്, എൻ്റെ മകൻ ഹാരിസ കൊല്ലപ്പെട്ടു, മകൻ സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ ക്ഷമിക്കും, അതില്ല എങ്കിൽ ഞാൻ അക്ഷമയായിട്ട് കരയും എന്ന് പറയുന്നത്. കാരണം അന്ന് മരിച്ചവരുടെ പേരിൽ കരയുന്നത് വിരോധിക്കപ്പെട്ടില്ല. ബദർ
ശേഷം ഊതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, കരയുന്നത് വിരോധിക്കപ്പെട്ടത്. കരയുന്ന വിഷയം വിരോധിക്കപ്പെട്ടത്. അത് ഇല്ല എങ്കിൽ എന്താണ്, ഭയങ്കര കരച്ചിലായിരിക്കും. ഒരാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മരണ വീട്ടിൽ കരച്ചിൽ തൊഴിലാളികൾ എന്നറിയില്ലേ, അത് ജാഹിലിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് തൊഴിലെടുക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു. അത് ഇപ്പം മദീന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ ഹിന്ദ് ബിന്ത് അബി ഉമയ്യ റളിയല്ലാഹു തആല അൻഹ ഹിജറ വന്നു. പിന്നെ ഭർത്താവ് അബൂ സലമ വന്നു. ഭർത്താവ് അബൂ സലമ ഉഹുദ് യുദ്ധത്തെ തുടർന്നിട്ടാണ് മരിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിലേറ്റൊരു പരിക്കിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്, ഷഹീദാണത് അബൂ സലമ. അബൂ സലമ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിലായിട്ട് വേണ്ട എന്താ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എൻ്റെ വീട്ടിലെത്തിയാണ് ഒരു പെണ്ണ് വന്ന്. എന്നിട്ട് ഓള് പറയാണ്, ഭർത്താവ് മരിച്ചില്ല, ഇനി ഞാൻ, നിങ്ങൾ മാത്രം കരയേണ്ട, ഞാനും കരയാം. കരയാൻ എന്താണ്, സ്ത്രീകൾ സ്വയം സന്നദ്ധരായിട്ട് വരികയാണ്. കാരണം എന്താ, മരിച്ചോടുത്ത് കരയുക എന്നുള്ളത് എന്തായിരുന്നു, അവരുടെ ഒരു രീതിയായിരുന്നു. അതിന് ആ കുടുംബത്തിൽ കരയാൻ ആളില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകളെ കരയാൻ വേണ്ടിയിട്ട് വിളിക്കും, പിന്നെ കൂലിക്കും വിളിക്കും. പ്രത്യേകിച്ച് അത് ഈ ജാരിയത്തുകളൊക്കെ ഉണ്ടല്ലോ, അടിമ സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ അത് ഭംഗിയായിട്ട് നിർവഹിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇത് വിലക്കാൻ കുറേ ഇതുണ്ട്. ഇപ്പം മദ്യമൊക്കെ നിരോധിക്കുന്നത് പോലെയാണ് ഇത് വിരോധിക്കുന്ന വിഷയം. കാരണം അത് ഒറ്റയടിക്ക് നിരോധിക്കാൻ പറ്റിയൊരു വിഷയമല്ല. അതങ്ങനെ അത്ര ആ സാമൂഹ്യ ശ്രേണിയിൽ പൂണ്ടുപോയ ഒരു പരിപാടിയായിരുന്നു ഈ മരണ വീട്ടിൽ കരയുക എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻകൊണ്ടത് ജാഫർ റളിയല്ലാഹു തആലാൻ്റെ വിഷയത്തിൽ കരഞ്ഞിട്ട് റസൂലുള്ളാഹി ക്ഷമിക്കാൻ പറയുന്നുണ്ട്, ജാഫർ റളിയല്ലാഹു ഷഹീദായപ്പോൾ. എന്നിട്ടും കരച്ചിൽ അടക്കണില്ല. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, മണ്ണ് വാരിയിട്ട് വായിലേക്ക് എറിയുക. അവിടെ കരയുന്ന ആളുകളാരാ? പ്രമുഖ പിന്നെ സഹാബിയല്ലേ ജാഫർ റളിയല്ലാഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്. കരച്ചിലടക്കാൻ പറയും. പക്ഷെ അവർ കരച്ചിലടക്കാഞ്ഞിട്ടാണ് റസൂൽ അങ്ങനെ പറയുന്നത്, മണ്ണ് വാരി എറിയാനൊക്കെ പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ കണ്ണിൽ നിന്ന് പിന്നെ അതിശക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടി മരിച്ചപ്പോൾ കണ്ണീര് പൊടിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കണത്, കരയാൻ പാടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, പിന്നെ എന്താ നിങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവിലേക്ക് ചൂണ്ടിയിട്ട്, ഇതുകൊണ്ടുള്ള കരച്ചിലാണ് പാടില്ലാത്തത്, ഇതുകൊണ്ടുള്ള കരച്ചിൽ ഇന്നൽ ഐന ലതദ്മ എന്ന് പറഞ്ഞില്ലേ, കണ്ണ് കരയും, പക്ഷേ നാവ് കൊണ്ടുള്ള കരച്ചിൽ പാടില്ല എന്നുള്ളത് വിലക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, വിഷയം ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് റസൂൽ വന്നപ്പോൾ ഒരു പെണ്ണ് ഇരിക്കുകയാണ്. അപ്പോൾ റസൂൽ ചോദിക്കാൻ ധാരാണെന്ന്. അപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ അബൂ സലമക്ക് വേണ്ടിയിട്ട് കരയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ നിന്ന് ശൈത്താനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ശൈത്താനെ വീണ്ടും നിങ്ങൾ വീടുകളിലേക്ക് കുടിയിരുത്തുകയാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. അന്ന് കാലങ്ങളിലെ ഒരു ശീലമായിരുന്നു ഈ കരച്ചിൽ. പിന്നെ അതാണ് നിയാഹത്ത് എന്താ, മരണ വീട്ടിൽ കരയുന്നതാണ്, അലമുറയിട്ട് കരയുന്ന വിഷയമാണ്. അത് മിനും അമ്രിൽ ജാഹിലിയത്തിൻ്റെ പ്രശ്നമാണ്. ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിമാ നീഹ അലൈഹി, മയ്യത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്ന് പറയാൻ കാരണം എന്താ, മയ്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഈ കരയുന്നത്. നിങ്ങൾ മയ്യത്തിനോട് ഇഷ്ടമാണ് എങ്കിൽ കരയാതിരിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ കരഞ്ഞാൽ മയ്യത്ത് അതിനാൽ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അത് ഈ ഒരു വിഷയത്തെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. അല്ല കുല്ലിൻ, ഇവിടെ ഞാനിത് സന്ദർഭോചിതമായിട്ട് പറയണേ, ഈ ഹാരിസത്ത് ഇബ്നു സുറാഖ അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ എൻ്റെ മകൻ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ക്ഷമിക്കുക. അപ്പോഴാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹാരിസയോട് പറയാണ്, ഹബിൽത്തി പറഞ്ഞാൽ എന്താ, അങ്ങനെ ആട്ടൂല്ലേ, എന്തിനാ, നിങ്ങൾക്ക് മാനസികമായ വല്ല ഭ്രംശം ഉണ്ടായോ എന്ന് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹിയ ജന്നത്തുൻ വാഹിദ, റസൂൽ ചോദിക്കുകയാണ്, അതാണ് നമ്മുടെ വിഷയം. അഹിയ ജന്നത്തുൻ വാഹിദത്തുൻ, ഒരു ജന്നത്താണോ എന്നാണ് റസൂൽ ചോദിച്ചത്. എൻ്റെ മകൻ ജന്നത്തിലാണോ എന്നാണ് ആര് ചോദിച്ചത്? പിന്നെ ഉമ്മു ഹാരിസ ചോദിച്ചത്. ജന്നത്തിലാണ്. അപ്പോൾ റസൂൽ പറയാണ്, അഹിയ ജന്നത്തുൻ വാഹിദ, ഒരു ജന്നത്താണോ എന്നിട്ട് ചോദിച്ചിട്ട് റസൂൽ പറയാണ്, ഇന്നഹാ ജിനാനുൻ കസീറത്തുൻ, എന്താ ഇന്നഹാ ജിനാനുൻ കസീറത്തുൻ, ധാരാളം ജന്നത്തുകളാണ്. ജിനാൻ ധാരാളം തോപ്പുകളാണ്. തോട്ടങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ജന്നത്ത്. എന്നിട്ട് റസൂൽ പറയാണ്, വ ഇന്ന ഇബ്നക്കി, നിങ്ങളുടെ പുത്രൻ ആര്,
ഹാരിസ അസാബൽ ഫിർദൗസൽ ആല മിനൽ ജന്ന. അസാബൽ ഫിർദൗസൽ ആല, അദ്ദേഹം അൽ ഫിർദൗസുൽ ആല നേടിയിരിക്കുന്നു എന്ന് പറയുന്നത്. റസൂൽ പറയാണ് അൽ ഫിർദൗസുൽ അല എന്ന് പറഞ്ഞാൽ പിന്നെ റബുവത്തുൽ ജന്നതി വ ഔസതുഹ വ അഫ്ദലുഹ. ഫിർദൗസുൽ ആല എന്ന് പറഞ്ഞെങ്കിൽ റബുവത്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനമാണ്, ഔസതുഹ മധ്യസ്ഥാനമാണ്, വ അഫ്ദലുഹ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനമാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ പിന്നെ ഹാരിസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹതങ്ങൾ. നമ്മുടെ വിഷയം ഈ ഒരു പ്രയോഗം, അതായത് ജന്നാത്ത്, ജന്നാത്തുൻ നഈം എന്നാണ്. നഈമിൻ്റെ ജന്നാത്ത് എന്നാണ്, സ്വർഗീയ തോട്ടങ്ങൾ, തോപ്പുകൾ. ഈ തോപ്പുകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ആര്? അൽ ജന്ന, സ്വർഗം. അതാണ് ആർക്ക്? ലഹും ഇന്നല്ലദീന ആമനു വഅമിലു അസ്സാലിഹാത്ത്. ഈമാൻ അടിസ്ഥാനാണ്. ഈമാൻ ശരിയാകാതെ, കൃത്യമാകാതെ യാതൊരു ഫലവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. വഹുവ മുഅ്മിൻ, മൻ അമില സാലിഹൻ, ആരാണോ സാലിഹായ അമലെടുക്കുന്നത്, അത് മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായ ഹാലിൽ, മുഅ്മിനായ ഹാലിൽ ഈമാൻ യഥാവിധം ഉൾക്കൊണ്ടുകൊണ്ടാണ് അമലൻ സാലിഹ് എടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഫലം. ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, അവന് ഞാൻ നല്ല ജീവിതം സമ്മാനിക്കുമെന്നാണ് പറയുക. ഈ ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഹയാത്തൻ തയ്യിബ, നല്ല ജീവിതം. ഇവിടുന്ന് കണ്ണ് ചിമ്മി ഖബറിലെത്തിയിട്ടുണ്ടെങ്കിൽ ഖബറിലെ ജീവിതം ഹയാത്തൻ തയ്യിബ. ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പാരത്രിക ലോകത്തുള്ള ജീവിതം ഹയാത്തൻ തയ്യിബ അല്ല. ഈ മൂന്ന് ലോകങ്ങളിലെയും ജീവിതം അത് നല്ല ജീവിതമാകാൻ എന്താ വേണ്ടത്? മുഅ്മിനായിട്ട് അമലെടുക്കുക എന്നുള്ളതാണ്. മുഅ്മിനായി വിശ്വാസം സാക്ഷാത്കരിച്ച് ശരിയാക്കിയിട്ട് അമലെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവരുടെ പ്രതിഫലം ഏറ്റവും നല്ല നിലക്ക് നൽകപ്പെടലും എപ്പോഴാണ്? മുഅ്മിനായിട്ട് സാലിഹായ അമലെടുക്കുമ്പോഴാണ്. ഈമാൻ സാക്ഷാത്കരിക്കണം, പിന്നെ അമൽ സാലിഹാകും വേണം. രണ്ടും അവിടെ വിഷയമാണ്. സൽപ്രവൃത്തികൾ ആയിരിക്കണം എന്നുള്ളതാണ്. ആ സൽപ്രവൃത്തികളാണെന്നുണ്ടെങ്കിൽ അത് ദീൻ വരച്ച രീതിയിലുള്ള അമലുകൾ ആവണം എന്നുള്ളതാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം. ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ എത്ര അമൽ നന്നായിട്ടും കാര്യമല്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഓരോരുത്തർ ചോദിക്കുകയാണ്. അദീ ഇബ്നു ഹാത്തിം വാപ്പ ഹാത്തിമുത്തായിയെ കുറിച്ച് ചോദിക്കുകയാണ്. ഹാത്തിമുത്തായി എത്ര വലിയ ഒരു സന്നദ്ധ പ്രവർത്തകനും ഒരു പുണ്യാളനുമാണ്. ജാഹിലിയത്തിൽ ഹാത്തിമുത്തായി, അദ്ദേഹം നസ്രാസ്ലം മതങ്ങൾ നിയുക്തമാകുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് അദി, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മകളാണ് സഫാന, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു മകൻ അബ്ദുള്ള, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ പുണ്യ, അതും ഔദാര്യക്കടൽ. പിന്നെ ഔദാര്യത്തിന് ഉപമിക്കാൻ അയാളെ ഹാത്തിമുത്തായിയെ പോലെ എന്നാ പറയുക. അത്ര ഔദാര്യവാനായിരുന്നു. അയാളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അടിമകളോട് പറയുന്നതാണ്, യാ ഗുലാം അല്ലൈലു ലൈലുൻ ഖർറു ഇദാ അതൈത ബിദൈഫിൻ ഫഅൻത റജുലുൻ ഹുർറു. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കാണാം. അയാൾ പറഞ്ഞ ഇതൊക്കെ വലിയ ഔദാര്യവാനായിരുന്നു. പക്ഷേ മകൻ ഇസ്ലാം സ്വീകരിച്ച റസൂലുള്ളാഹിന്റെ തോന്നിട്ട് പറയാണ്, ഹാത്തിമുത്തായിനെ നിങ്ങൾക്ക് അറിയില്ല. ഹാത്തിമുത്തായി പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പുണ്യങ്ങൾ പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അമാ അബൂക ലൗ അഖറ ബിത്തൗഹീദ് നഫഅഹു ദാലിക എന്നാണ്. വാപ്പ തൗഹീദ് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഉപകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പലരുടെയും വിഷയത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാരനാണ്, തൈമിയാണ്. അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ. അദ്ദേഹം അറിയപ്പെടുന്നത് ഈ പേരിലാണ്, ജുദ്ആൻ, ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ. ഇദ്ദേഹം ഒരു മഹാസംഭവമായിരുന്നു ജാഹിലിയത്തിൽ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാരനാണ് അദ്ദേഹം. തൈമിയാണ്, ബനു തൈം ഗോത്രക്കാരനാണ്. റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്,
ഇന്ന ഇബ്ന ജുദ്ആൻ, ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞെങ്കിൽ ഖാന യസിലുർ റഹീം, കുടുംബ ബന്ധം ചേർത്തുമായിരുന്നു. വയുഖ്രി ദൈഫ്, അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. വയഫുക്കുൽ ആനി, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. വയഹ്മിലുൽ കൽ, ഭാരം പേർന്നവൻ്റെ ഭാരം പേർന്നവനായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പലത് എണ്ണീട്ട് പറയാണ്. അള്ളാഹു ജുദ്ആൻ അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഹൽ യൻഫഉഹു ദാലിക് എന്ന് ചോദിക്കാൻ. അപ്പോൾ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, എൻ്റെ പാപങ്ങൾ അന്ത്യനാളിൽ പുറത്തു തരണമേ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അയാൾ പറഞ്ഞിട്ടില്ല എന്നാണ്. അള്ളാഹുവിൽ വിശ്വാസം മൂന്നിട്ടൊരു ദുആ അള്ളാഹിനോട് നടത്താത്ത മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. അത് ഉപകാരപ്പെടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ് അബ്ദുല്ലാഹി ഇബ്നു ജുദൈർ. ഇയാളും ഹാത്തിമുത്തായിയെ പോലെ വലിയൊരു ഔദാര്യവാനായിരുന്നു. ഒരു കാലത്ത് ഇയാളൊരു തേരാപ്പാരായിരുന്നു. ഇവിടെ മക്കയിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ അടിച്ചാട്ടി ദൂരപ്പെടുത്തി അങ്ങനെയായിരുന്നു അയാൾ. അങ്ങനെ സമൂഹത്തിൽ വേണ്ട, കുടുംബത്തിൽ വേണ്ട, അങ്ങനെ വിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ചാകാൻ വേണ്ടിയിട്ട് മലൻ്റെ മുകളിൽ കയറിയതാണ്. മലൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു വിടവ് ഉണ്ട്. അപ്പോൾ ആ വിടവിലേക്ക് കാലിട്ടിട്ട് വല്ല വിഷജീവികളും കൊത്തിയിട്ട് ചാകട്ടെ എന്നുള്ള നിലക്കാണ് മൂപ്പര് ചെയ്തത്. അപ്പോൾ പോകുമ്പോൾ കാലിലെന്തോ തടവിഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു നിധി, സ്വർണവും മറ്റൊക്കെ ആയിട്ട് മക്കയിലെ മലയിൽ ഒരു ഗുഹയിൽ കുറേ നിധി. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ പണ്ടെന്തോ എനിക്ക് തോന്നുന്നത് തുബ രാജാക്കന്മാരാരോ അല്ലെങ്കിൽ മക്ക ഭരിച്ച ഏതോ രാജാക്കന്മാർ കൊണ്ടുപോയിട്ട് അവർ സൂക്ഷിച്ചതോ അല്ലെങ്കിൽ അവർ അവിടെ വെക്കപ്പെട്ടതായ എന്തോ ഒരു സ്വത്താണ്. ഏതായാലും അത് മുഴുവൻ ഈ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന് കിട്ടുകയാണ്. അങ്ങനെയാണ് എന്തായാലും പറയാ, അല്പനൈശ്വര്യം കിട്ടിയ പാദരാത്രിയും കൂടെയോട് പറഞ്ഞല്ലേ, അതേപോലെ ഇദ്ദേഹം അതോട് കൂടിയിട്ട് ആകേണ്ട മാറുകയാണ്. മക്കയിൽ ഇദ്ദേഹം വലിയ ഒരു വ്യക്തിത്വമായി ഇയാൾ വലിയ ആളായി മാറി. അങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തതിന് മുമ്പ് ജാഹിലിയത്തിൽ അങ്ങനെ ഇയാൾ എല്ലാവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് തീർക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് അയാൾ വലിയ ഇതായി പോയി. വലിയ സ്വീകാര്യനായി പോയി. ബനു തൈം ഗോത്രം എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ, ആയിഷ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഗോത്രമാണ്. അവർ മക്കത്ത് ഖുറൈശികൾക്കിടയിൽ വലിയ ഒരു പ്രസക്തിയുള്ള കുടുംബമല്ല, അവരെ പരിഗണിക്കുമായിരുന്നില്ല. കാരണം അവിടെ ഈ സാമൂഹ്യ ശ്രേണിയിൽ ബനു ഹാഷിം, അതേപോലെ തന്നെ ബനുൽ മുത്തലിബ്, ഇങ്ങനെ കുടുംബങ്ങളുണ്ടല്ലോ. ബനു അസദ് ഉണ്ട്, ബനു സഹം, ബനു ജമഹ്, ബനു അദി, ബനു മഖ്സൂം, ഇവരൊക്കെ ഗോത്രങ്ങളാണ്. അതിലൊരു ഗോത്രമാണ് ബനു തൈം. അപ്പം മറ്റു ഉപഗോത്രങ്ങൾക്ക്, ഖുറൈശികളിലുള്ള ഉപഗോത്രങ്ങൾക്കുള്ള വില ആർക്കുണ്ടായില്ല, ബനു തൈമിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി. റസൂലുള്ളാഹി വഫാത്തായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി മദീനത്ത്, അല്ലേ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫയുടെ മക്കത്താ. ആളുകൾ വന്നിട്ട് പറയാണ്, നിങ്ങളെ മകനെ ഖലീഫയാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, റസൂലുള്ളാഹിൻ്റെ ശേഷം നിങ്ങളുടെ മകൻ ഖലീഫയാണെന്ന് പറയുന്നത്. അബൂ ഖുഹാഫ വയസ്സായിക്കണ്. അപ്പോൾ ഉടനെ അബൂ ഖുഹാഫ ചോദിക്കുന്നുണ്ട്, അവ അഖറത്തുഹു ഖുറൈശികളെ സമ്മതിച്ചോ? ഖുറൈശികൾ സമ്മതിച്ചു. കാരണം ഖുറൈശികൾ ബനു തൈമിൽ നിന്ന് നേതാവിനെ സമ്മതിക്കൂല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖൈറു ഹാദിഹിൽ ഉമ്മ ബഅദ റസൂലിഹ. ഏതായാലും ഈ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ ഇങ്ങനെയുള്ളൊരു സാമൂഹിക ശ്രേണിയിലാണ് ജാഹിലിയത്തിൽ മക്കത്ത് കഴിഞ്ഞത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം സ്വീകാര്യനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ നിധി കിട്ടി അതിൽ മൂപ്പര് വലിയ ഔദാര്യ കടലായി മാറിയതിനാലാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നത്, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ അത് ഉപകരിക്കുമെന്ന്, അല്ലേ? നമ്മൾ ഈ ഹിൽഫുൽ ഫുദൂൽ, ഹർബുൽ ഫിജാർ, അതിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ ഇബ്നു ജുദ്ആൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി എന്നാണ് ആര്? ഖുറൈശികൾ മീറ്റിംഗ് കൂടിയിട്ട് സന്ധിയിലായി, ഹെൽഫുൽ ഫുദൂലായി എന്നൊക്കെ പറയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇബ്നു ജുദ്ആൻ്റെ വീട്ടിൽ കൂടാൻ കാരണം എന്താണ്? അയാൾക്ക് ഈ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം ഇങ്ങനെ സ്വീകാര്യനായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അയാൾക്കത് ഉപകാരപ്പെടുമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഒരു ദിവസം പോലും അള്ളാഹ്ന്ന് വിളിച്ചിട്ടില്ല. റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടാനാണെന്ന് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈമാൻ സാക്ഷാത്കൃതമാകാതെ അമലുകൾ അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പേരെടുക്കാൻ, പ്രശസ്തിക്ക് വേണ്ടി ഒക്കെ ചെയ്തതിന് ആ പേരും പ്രശസ്തിയൊക്കെ നൽകും എന്നുള്ളത് ശരിയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും.
ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹ വഅദല്ലാഹി ഹഖ്ക വഹുവൽ അസീസുൽ ഹകീം. എന്താ ഖാലിദീന ഫീഹ? ഈ ജന്നാത്തുൻ നഈമിൽ അവർ ഖാലിദീൻ എന്നാണ് എന്താ? ശാശ്വത വാസികളായിരിക്കും. ഖുലൂദ് 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 എന്ന് പറഞ്ഞാൽ നിത്യവാസം. അതിനാണ് ഖാലിദീൻ. ഖുലൂദ് രണ്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒന്ന് അബദിയായ ഖുലൂൽ, മറ്റൊന്ന് അമദിയായ ഖുലൂൽ. രണ്ടുണ്ട്. ഈ അബദിയായ ഖുലൂൽ എന്ന് പറഞ്ഞാൽ എന്നേക്കും നിത്യവാസം. അമദിയായ ഖുലൂൽ എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ശാശ്വതവാസമല്ല. ചില തെറ്റുകളെക്കുറിച്ച് പറയും, ഖാലിദം മുഖല്ലദം ഫിന്നാർ എന്നൊക്കെ, ജർണമിനാർ, അയാൾ നരകത്തിൽ നിത്യവാസിയായിരിക്കും. ഖാലിദം മുഖല്ലദം ഫിന്നാർ ചില തെറ്റുകൾ. പക്ഷെ ആ തെറ്റ് വൻപാപായിരിക്കും. യഥാർത്ഥത്തിൽ അതിനെന്തില്ല? നിത്യവാസം നരകത്തിലില്ല. പക്ഷെ എന്നിട്ട് എന്താ ഖാലിദീൻ എന്ന് പറഞ്ഞത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഖുലൂദ് അമദിയാണ്. ഒരു നിശ്ചിത കാലത്തേക്കുള്ള ഖുലൂദാണ് ഉദ്ദേശം. അങ്ങനെ ഖുർആനിൽ പ്രയോഗിക്കും ഖുലൂദ് അമദി. പക്ഷെ ഖുലൂദ് അബദി ഉദ്ദേശിക്കും. ഇവിടെ ഖുലൂദ് അബദിയാണ്. ഖാലിദീന ഫിഹ എന്ന് പറഞ്ഞാൽ ഖാലിദീന ഫിഹ അബദൻ എന്നേക്കുമായുള്ള ശാശ്വത വാസം. ഈ ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹ എന്നുള്ളത് എന്താണ്? അത് വഅദല്ലാ ഹഖൻ. വഅദല്ലാ എന്താ വഅദല്ലാ? വഅദല്ലാ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയും. അള്ളാഹുവിൻ്റെ വഅദ് എന്നാണ്. അള്ളാഹിൻ്റെ വഅദ് എന്താ? വാഗ്ദാനം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ വഅദല്ലാ എന്നുള്ളത് മസ്ദറാണ്. അള്ളാഹിൻ്റെ വാഗ്ദാനമേ അതിനർത്ഥമുള്ളൂ. അതിൻ്റെ ക്രിയ അവിടെ പറയപ്പെട്ടിട്ടില്ല. മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുമ്പോൾ ഫഇലും വേണം, ഫായിലും വേണം, പിന്നെ അല്ലേ മഫ്ഊൽ. അപ്പോൾ അതിൻ്റെ ഫഇൽ പറയപ്പെട്ടിട്ടില്ല, ഫായിൽ പറയപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ വഅദല്ലാ എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? ഫായിൽ ആരാന്നുണ്ട്. ആരാ ഫായിൽ? അള്ളാൻ. അപ്പം അള്ളാൻ്റെ കരാർ എന്നാണ്, അള്ളാൻ്റെ കരാർ ഇവിടെ. അപ്പോൾ വഅദല്ലാ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു നൽകുന്ന കരാറാകുന്നു, അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ കരാറാകുന്നു എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു അപ്രകാരം കരാർ ചെയ്തിരിക്കുന്നു, അള്ളാഹു അപ്രകാരം കരാർ ചെയ്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശം. ഇപ്പം നമ്മൾ ദറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു എന്നാണ് അല്ലേ? ദറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു. ദർബൻ എന്ന് പറഞ്ഞത് ഒരടിയല്ല, വല്ലാത്തൊരടി എന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ദറബ സെയ്ദുൻ ദർബൻ എന്ന് പറഞ്ഞാൽ പിന്നെ പാറപ്പുറാണ് അടി എന്നറില്ലേ? അതാണ് ദറബ സെയ്ദുൻ ദർബൻ, വല്ലാത്തൊരടി തന്നെ. ആ ഒരു ആശയത്തെയാണ് ഈ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. ഇത് അള്ളാഹു ചെയ്യുന്ന കരാറാകുന്നു. ആ കരാർ എന്ന് പറഞ്ഞെങ്കിൽ അതിന് എന്തില്ല, ഒരിക്കലും മങ്ങലോ ആ കരാർ മായലോ ലംഘനമോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കരാറാണ് എന്ന് മനസ്സിലാക്കാനാണ് ആ പ്രയോഗം. അതിനാണ് പ്രയോഗം വഅദല്ലാ. ഇത് അള്ളാഹിൻ്റെ കരാറാണ്. ഹക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹക്കൻ യഥാവിധമായ നിലക്ക് സത്യമായ നിലക്കുള്ള അള്ളാഹിൻ്റെ കരാറാകുന്നു എന്നാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. ഉണ്ടല്ലോ, വഅദല്ലാഹി ഹക്കൻ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കരാർ ഉണ്ടല്ലോ, അതൊരിക്കലും ലംഘിക്കപ്പെടില്ല, അതൊരിക്കലും പിന്തിപ്പിക്കപ്പെടില്ല. അതതിൻ്റെ കൃത്യതയിൽ, പൂർണ്ണതയിൽ എന്തു ചെയ്യും? സംഭവിക്കും. അതെന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ, ഇപ്പോൾ ഒരാൾ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളോട് കരാർ ചെയ്യുന്നത് പടപ്പുകളെ അവസ്ഥയിൽ ആ കരാർ പാലിക്കണമെങ്കിൽ, പൂർത്തീകരിക്കണമെങ്കിൽ അതിനതിൻ്റേതായ എന്ത് വേണം? കാര്യകാരണങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണ്ടേ? കാര്യകാരണങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്പോഴേ നമുക്ക് ഒരാളോട് കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അള്ളാഹു കാര്യകാരണങ്ങളുടെ സൃഷ്ടാവാണ്. അള്ളാഹുവിന് തടസ്സം സൃഷ്ടിക്കുന്നൊന്നുമില്ല, അള്ളാഹ്ക്ക് അജ്ഞമാകുന്ന ഒന്നുമില്ല. ഇവിടെ ഈ ആയത്ത് അവസാനിക്കണം നോക്കി, അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്. അള്ളാഹു ഹക്കീമാണ്, അതുകൊണ്ട് അള്ളാഹ്ക്ക് അജ്ഞതല്ല, അള്ളാഹുവിൽ നിന്ന് അവിവേകമല്ല. അള്ളാഹു അസീസാണ്, അതുകൊണ്ട് അള്ളാഹു ആരാണ്?
സ്ട്രോങ് ആണ്. ഒന്നും അള്ളാഹിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വിഘ്നമായി നിൽക്കുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് വാഗ്ദാനം ചെയ്താലും അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹ്ക്ക് പൂർത്തീകരിക്കാൻ ഒരു തടസ്സമല്ല, ഒരു പ്രയാസമല്ല. അത് എന്താണോ വാഗ്ദാനം അത് പുലരും എന്നുള്ളതാണ്. അത് ഹക്കൻ, ഹക്കൻ, യഥാർത്ഥമായും സത്യമായും പുലരും എന്നുള്ളത്. അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരാരായാലും, ഈ ജാഹിലിയത്തിൽ ഒരു കവിത ഉണ്ട്, ഔഫ മിൻ അബ്ബാദ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയും. ഔഫ മിൻ അബ്ബാദ് ഇബ്നുൽ ഹാരിസ്, അബ്ബാദ് ഇബ്നുൽ ഹാരിസിനേക്കാൾ വലിയ കരാർ പാലകൻ എന്ന് പറയും. അതെന്താ പറയുക? കാരണം അറിയാം, ഈ അബ്ബാദ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതിയോഗിയെ തെരഞ്ഞു നടക്കുകയാണ്. അയാളുടെ പേരാണ് അദീ ഇബ്നു റബിയ. അദീ ഇബ്നു റബിയ. അബ്ബാദ് ഇബ്നുൽ ഹാരിസ് ഈ പ്രതിയോഗിയെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പ്രതിയോഗിയെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അപ്പോൾ ഈ അബ്ബാദ് ഇബ്നുൽ ഹാരിസ് അദ്ദേഹം തൻ്റെ ശത്രുവിനെ തെരഞ്ഞ് നടക്കുകയാണ്. ആരെ? അദീ ഇബ്നു റബിയയെ തെരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തിന് ആയുധമൊക്കെ ആയിട്ട് പോയിട്ട് തെരഞ്ഞു നടക്കുമ്പോൾ എന്തായാലും വഴിയിൽ ഒരാളെ കാണാൻ പറ്റി. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, അദീ ഇബ്നു റബിയനെ നിങ്ങൾക്ക് അറിയോ? ഈ മേഖലയിലാണ് അയാളുള്ളത്. അദീ ഇബ്നു റബിയ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. ആര്? അബ്ബാദ് ഇബ്നുൽ ഹാരിസ്. അപ്പോൾ അദീ ഇബ്നു റബിയ പറയാണ്, അയാളെ എനിക്കറിയാം, പക്ഷേ പിന്നെ അയാളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിക്കുകയാണ്. അയാളെ ഞാൻ പറഞ്ഞു തന്നാൽ എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാക്ക് കൊടുക്കുകയാണ്, കരാർ ചെയ്യാണ്. അയാളെ കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ കാണിച്ചു തന്നാൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടും എന്ന് പറയണം. അപ്പോൾ പറയണത് ഞാനാണ് അദീ ഇബ്നു റബിയ. ഇയാൾ ഉണ്ടല്ലോ വലിയ ശൂരനായി, വീരനായി, ആയുധധാരിയായി ഈ തിരഞ്ഞെടുക്കാൻ ആരെ? അദീ ഇബ്നു റബിയയെ. അയാളെ കിട്ടി. പക്ഷെ അയാളെ കിട്ടിയപ്പോൾ ഇയാൾക്കറിയില്ല ഇതാണ് അദീ ഇബ്നു റബിയ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളെന്ന്. അപ്പോഴാണ് പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം, പക്ഷേ എന്നെ വിടണം, ഫ്രീ ആക്കണം എന്ന് പറയും. എന്ത് ചെയ്യണം? ആ വാക്ക് പാലിക്കുകയാണ്. എന്ത് ചെയ്ത്? അയാൾ വെറുതെ വിട്ടു. അവിടുന്നാണ് ചരിത്രത്തിൽ നമ്മളിപ്പോൾ ഈ സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഔഫ മിനൽ ഹാരിസ് ഇബ്നു അബ്ബാദ്, ഹാരിസ് ഇബ്നു അബ്ബാദിനേക്കാൾ വലിയ കരാർ പാലകനാണെന്ന് പറയും ചിലരെ കുറിച്ച്. കരാർ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയും ഔഫ മിനൽ ഹാരിസ് ഇബ്നു അബ്ബാദ്. ശരി, അവിടെ നോക്കി, പിന്നെ ഏറ്റവും വലിയ കരാർ പാലകനാണ് അദ്ദേഹം എന്നുള്ളതാണ്. പക്ഷെ പടപ്പുകളുടെ അളവിൽ ഈ വാഗ്ദാനം എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ അളവിൽ പാലിക്കുക എന്നുള്ളത് സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, അല്ലേ? അതേപോലെ അള്ളാഹിനോട് ചെയ്ത കരാർ നമ്മൾ ഔഫു ബി അഹദില്ല. അഹദ് വഅദ് എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥത്തിലാണ്. വാഗ്ദാനം, അഹദ്, പിന്നെ വഅദ്, അഹദ്, ഇത് രണ്ടും വന്നത് എവിടെ? വഅദും അഹദും വന്നത് എവിടെ? രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഏറെക്കുറെ. അള്ളാഹ് പറഞ്ഞല്ലേ, ഔഫു ബി അഹദി, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക, ഊഫി ബി അഹദിക്കും, നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തീകരിക്കും എന്ന് പറഞ്ഞേ. അഹദ്, വഅദ്, വഅദും അഹദും വന്നത് എവിടെയാണ്? പറയ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത അന അബ്ദുക വഅന അലാ അഹദിക ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅത്, അല്ലേ? വഅന അലാ അഹദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഇഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അവിടെ വഅദ് അഹദ് വന്നു, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. അവിടെ കരാർ എന്നുള്ള അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ പിന്നെ നമ്മളോട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കരാർ ചെയ്താൽ അത് പാലിക്കണം എന്ന് പറഞ്ഞു. യദ്മനു ലീ സിത്തൻ അദ്മൻ ലക്കും അൽ ജന്ന എന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ സിത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? 6 കാര്യങ്ങൾ. യദ്മനു ലീ സിത്തൻ, 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? വാക്ക് തരണം, ഉറപ്പ് തരണം. അദ്മൻ ലക്കുമുൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പ് തരാമെന്ന് പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. 6 വിഷയങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക്
സ്വർഗം ഉറപ്പ് തരാമെന്ന് പറയാണ്. എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? 6 കാര്യങ്ങളെന്താ? ഉസ്ദുഖു, ഒന്നതാണ് ഉസ്ദുഖു. 2 ഔഫു വ ഔഫു. 3 വ അദ്ദു. പിന്നെ വ ഇഹ്ഫദു. പിന്നെ വ ഗദ്ദു. ഇത് ഞാനത് ചെയ്യുന്നു കേട്ടോ. പിന്നെ വ കുഫു. കുഫു ഇതാ ഉസ്ദുഖു. ഇത് 6 ഉസ്ദുഖു. ഇതാ തഹദ്ദസ്തും, സംസാരിച്ചാൽ നിങ്ങൾ സത്യം പറയണം. വ ഔഫു, ഇതാണ് നമ്മുടെ വിഷയം. വ ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കണം, പാലിക്കണം. ഇതാ വഅത്തും, വാഗ്ദാനം ചെയ്താൽ. അതാണ് നമ്മുടെ വിഷയം. ഇതാ വഅത്തും, നിങ്ങൾ വഅദ ചെയ്താൽ, കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. വ അദ്ദു, ഇത് തുമിൻതും, നിങ്ങൾ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? അമാനത്ത് അതിൻ്റെ ആളുകൾക്ക് നിർവഹിക്കണം, കൊടുക്കണം. വഹ്ഫദു, നിങ്ങൾ സൂക്ഷിക്കണം. ഫുറൂജക്കും, നിങ്ങളുടെ സൂക്ഷ്മാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വഗദ്ദു അബ്സാറക്കും, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം, നിയന്ത്രിക്കണം. വകുഫു ഐദിയക്കും, നിങ്ങളെ കൈകളെ നിങ്ങൾ അന്യരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന്, അനിഷ്ടങ്ങളിൽ നിന്ന് ചെറുക്കണം. ഇതാണ് 6 കാര്യങ്ങൾ. ഇതിൻ്റെ വിഷയം ഇതാണ്. നമ്മളോട് പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ സിഫത്താണ് എന്ത്? വഅദ് പൂർത്തീകരിക്കുക എന്നുള്ളത്. വഅദ് പൂർത്തീകരിക്കുക, അത് നമ്മൾ പൂർത്തീകരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് ആ സ്വഭാവം നമ്മുടേത് അളവിൽ നമുക്കുണ്ടാകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വൗഫു ഇതാ വഅത്തും, നിങ്ങൾ വാഗ്ദാനം ചെയ്ത് നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നമ്മൾ വഅദ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ അളവിൽ നിർവഹിക്കുക എന്നുള്ളതിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഇതുള്ളവരാണ്, പരിമിതികളുള്ളവരാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിധിയില്ല. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ വഅദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വഅദല്ല എന്ന് പറഞ്ഞത്, അള്ളാഹിൻ്റെ വഅദ് എന്നതിനെ പറഞ്ഞത്. അത് ഹക്കൻ, യഥാവിധം സത്യമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ തേട്ടം. അതിൻ്റെ കാരണം എന്താ നമ്മൾ പറഞ്ഞത്? കാരണം ഏതൊരു വാഗ്ദാനം ചെയ്താലും അത് പൂർത്തീകരിക്കണമെങ്കിൽ എന്തുണ്ട്? കാര്യകാരണങ്ങളുണ്ട്. ആ കാര്യകാരണങ്ങൾ നമ്മൾ എത്തിപ്പിടിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണങ്ങളുണ്ട്. പക്ഷെ കാര്യകാരണങ്ങളുടെ സൃഷ്ടാവാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അതൊരു തടസ്സമായി, കൂച്ചു വിലങ്ങായിട്ട് അള്ളാഹ്ക്കില്ല. പിന്നെ അള്ളാഹിനെ തടയാനും അള്ളാഹിനെ മാറ്റാനും ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് വാഗ്ദാനം ചെയ്തോ അത് അള്ളാഹ്ക്ക് നിർവഹിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ ഈ ജുമലുദ്ദുആ, അതേപോലെ ജവാമിഉദ്ദുആ, ഖവാമിലുദ്ദുആ എന്ന് പറഞ്ഞിട്ടൊരു ദുആ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ജുമലുദ്ദുആ എന്നാ പറയാ. ആർക്കറിയാം ജുമലുദ്ദുആ? ഈ ദുആ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്, ജുമലുദ്ദുആ എന്ന് പറയും. അതേപോലെ തന്നെ ഇതിന് പറയും ജവാമിഉദ്ദുആ, വളരെ സുന്ദരമായിട്ടുള്ള ദുആയാണ്. അതേപോലെ ഇതിന് ഖവാമിൽ എന്ന് പറയും. ഖവാമിലുദ്ദുആ ഒരു പിടി ദുആവചനങ്ങളാണ്. അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരാവശ്യമായിട്ട് പെരേക്ക് വരികയാണ്. ആവശ്യമായിട്ട് പെരേക്ക് വരികയാണ് എന്താ? വിശ്വാസമാത്തങ്ങൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്. അപ്പം അത് നിർവഹിക്കണമെങ്കിൽ ആരെ സഹായം വേണം? ആരാവശ്യം വേണം? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആവശ്യം വേണം. അപ്പോൾ പുറത്ത് ഒരു വിഷയം ഉണ്ടായിട്ട് ആ ആവശ്യം ഏറ്റിയിട്ട് റസൂലുള്ള വീട്ടിലേക്ക് വരികയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെ അത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ എൻ്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് വന്നു. വകുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുകയാണ്. വകാന ലഹു ഹാജത്തുൻ, റസൂലുള്ളാഹിക്ക് എന്തുണ്ട്? ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വന്നത്, ഞാൻ നിസ്കരിക്കാൻ. പക്ഷേ ആയിഷ പറഞ്ഞതെന്ന് പറയുന്നത്, ഞാൻ നിസ്കാരം കുറച്ച് സ്ലോ ആക്കി. ഞാൻ നിസ്കാരം സ്ലോ ആക്കിയിട്ട് നിസ്കരിച്ച്. ആയിഷക്ക് അറിയില്ല അത്. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ റസൂലുള്ള കയറി തന്നെ. റസൂലുള്ളാഹിക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ ഇത് പിന്നീടാണ് അവരെന്തിനെ കഥിക്കണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുറേ നേരം ആയിഷാൻ്റെ റളിയല്ലാഹു നിസ്കാരം തീരാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ നിന്ന് തീരണില്ല.
നിസ്കാരം തീരുന്നില്ല. അപ്പോൾ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുക തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ അലൈക്കി ബിജുമലി ദുആഇ വജവാമിഇഹി. ആയിഷ, നിങ്ങൾ ഈ ജുമലു ദുആ നിർവഹിക്കും, അല്ലെങ്കിൽ ജവാമിഉ ദുആ നിർവഹിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഈ ദുആ നിർവഹിച്ചിട്ട് നിങ്ങളൊന്ന് ഇത്ര നീട്ടിക്കൊണ്ടുപോകണ്ട, ഇത് നിർവഹിച്ചിട്ട് നിർത്താൻ പറയണം. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയണം. അപ്പോൾ ഒരു സലാം വീട്ടി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, തിരുദൂതരെ നിങ്ങൾ പറഞ്ഞില്ലേ പിന്നെ അലൈക്കി ബി ജുമലി ദുആഇ വജവാമിഇഹി എന്ന്, മാഹിയ, അത് ഏതാണ് എന്ന് ചോദിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ജുമലി ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വ മാ ലം ആലം വ അഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വ മാ ലം ആലം അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ മാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വ അമൽ വ അഊദു ബിക മിനൻ നാരി വ മാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വ അമൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി മാ സഅലക അബ്ദുക വ നബിയുക മുഹമ്മദുൻ വ അസ്തഈദുക മിമ്മ ഇസ്തആദ മിൻഹു അബ്ദുക വ റസൂലുക മുഹമ്മദുൻ വ അസ്അലുക അൻ തജ്അല കുല്ല ഖദാഇൻ ഖദൈതഹു ലീ ഖൈറ. അതാണ് ദുആ. അതാണ് ജുമലു ദുആ എന്ന് പറയുന്ന ദുആ, അല്ലെങ്കിൽ ജവാമി ദുആ എന്ന് പറയുന്ന ദുആ, അല്ലെങ്കിൽ ഖവാമിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുആ. അത് പഠിപ്പിച്ചു എന്നാണ് ആയിഷ റളിയല്ലാഹു തആലയെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനത് കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖ്, സയ്യിദുൽ വറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നോക്കി നിങ്ങൾ ഒരാവശ്യ നിർവഹണത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കാരം തീരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തു. അപ്പം മനുഷ്യൻ്റെ പ്രത്യേകതയാണ് പരിമിതികൾ. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയില്ല. അള്ളാഹു കാര്യകാരണങ്ങളുടെ സൃഷ്ടാവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു തടസ്സമോ ഒരു വിഷയമോ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് വാഗ്ദാനം ചെയ്തോ അത് യഥാവിധം പുലർത്താനും പാലിക്കാനും അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞത് വഅദല്ലാ എന്ന് പറഞ്ഞത്. അള്ളാഹിൻ്റെ വാഗ്ദാനം അത് നടപ്പിലാകാതിരിക്കുന്ന പ്രശ്നമല്ല, അത് പിന്തി പോകുന്ന പ്രശ്നമല്ല എന്നുള്ളത് വായിക്കാനാണ് ഈ പ്രയോഗം. വഅദല്ലാ ഹക്കൻ, അത് എൻ്റെ ഹാലാണ്, അത് യഥാവിധം സത്യമായും അത് പുലരും ഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. വഹുവൽ അസീസുൽ ഹക്കീം, അതാണ് അതിൻ്റെ ഈ തദീൽ എന്നാണ് പറയുക. ഇത് ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് പുലരും, അത് തരും, കിട്ടും. കാരണം അള്ളാഹ് ആരാണ്? വഹു, അവൻ അൽ അസീസ് അൽ ഹക്കീം. അൽ അസീസ് എന്താ? ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവൻ. അൽ ഗാലിബുല്ലദീ ലാ യുഗ്ലബ് എന്ന് പറയാം. ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവൻ. അൽ ഹക്കീം, ഒപ്പം അള്ളാഹു എന്താണ്? ഹിക്മത്തുടയവനാണ്. അള്ളാഹ്ക്ക് അജ്ഞതല്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് യുക്തിക്കും നിരക്കാത്തതൊന്നുമില്ല. തികഞ്ഞ യുക്തിജ്ഞനും അറിവുള്ളവനുമായത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് വാഗ്ദാനം ചെയ്തത് അള്ളാഹ്ക്ക് അറിയാം. അതെങ്ങനെ ഏത് രീതിയിൽ പുലർത്തണം, പാലിക്കണം എന്നുള്ളത്. പിന്നെ ഒരാളും തോൽപ്പിക്കാത്ത വിധം, ആരും സ്വാധീനിക്കാത്ത വിധം എല്ലാവരെയും ജയിച്ച് നിന്ന് അള്ളാഹ്ക്കത് നടപ്പിലാക്കാനും കഴിയും. ആ ഒരു വായനക്കാണ് ഈ ഒരു പ്രയോഗം, വഹുവൽ അസീസുൽ ഹക്കീം എന്നുള്ള പ്രയോഗം. അൽഹംദുലില്ലാഹ്. ഖലാസ്, ഇന്നത്തെ കുറച്ച് അല്ലേ ഞാൻ ഈ ഇത് തീർക്കണം എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അടുത്ത പെരുന്നാൾ കഴിഞ്ഞിട്ട് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയാണ് ഇനി വരുന്നത്. നമ്മൾ സൂറത്ത് ലുക്മാനാണ്. അതിലേക്കാണ് എത്താൻ നമുക്കൊരു വെമ്പലുണ്ട്, പക്ഷേ ഇവിടെ എത്തിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ച ബിഇദ്നില്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.